വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഒത്തുചേർന്ന് വിശ്വാസ സമൂഹം. ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അറസ്റ്റിൽ. മൂർക്കനാട് സ്വദേശി അഭിനന്ദാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ മീനഭരണി ആഘോഷത്തിന് ആയിരങ്ങളെത്തി. ഗുരുതി സമർപ്പണത്തോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധ മൂലം ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശിനി കാർത്തികയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് കുഴൂർ സ്വദേശിനി മരിച്ചു. മുപ്പളിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാത്തത് കാരിക്കടവ് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. മഴ പെയ്താൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയിൽ കോളനി നിവാസികൾ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ആത്മസമർപ്പണത്തിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് പെരുന്നാൾ ആഘോഷം. പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവയ്ക്കൽ കൂടിയാണ് പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. തൃശൂർ CMS സ്കൂൾ അങ്കണത്തിൽ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് തൃശൂർ ഹിറ മസ്ജിദ് ചീഫ് ഇമാം മുനീർ വരന്തരപ്പള്ളി നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ, മേയർ MK വർഗീസ്, പ്രൊഫസർ ജോൺ സിറിയക്, ഫാദർ പോൾ പൂവത്തിങ്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയറും ചേർന്ന് ഇമാം മുനീർ വരന്തരപ്പള്ളിക്ക് കൊന്നപ്പൂവ് സമ്മാനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിലെ പുതിയ ഭൂഗർഭ പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നു. ഈദ് ഉൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പെരുന്നാൾ നിസ്കാരമാണ് പുതിയ പള്ളിയിൽ ആദ്യം നടന്നത്. പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദ്വി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. മൂർക്കനാട് കറുത്തുപറമ്പിൽ അഭിനന്ദനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. സംഭവത്തിൽ 17 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒന്നാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ, സേലം എന്നിവിടങ്ങളിൽ ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മൂർക്കനാട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. 6ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ദാരിക നിഗ്രഹം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പട്യാര സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയതിനു ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മുത്താശ്ശേരി ചത്തിമിനിക്കിയ അടക്ക മരത്തടിയിൽ പട്യാര സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. കൊടുങ്ങല്ലൂരിൽ അശ്വതി കാവ് തീണ്ടി എത്തുന്നവരുമായതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റമ്പല പ്രദക്ഷിണവും ശയന പ്രദക്ഷിണവും ബുധനാഴ്ച ഉച്ചവരെ നിർത്തിവെച്ചു. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനും നെയ്വിളക്ക് ഷീട്ടാക്കുന്നതിനും തിരക്ക് അനുഭവപ്പെട്ടു. 11 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 442 കുരുന്നുകൾക്ക് ചോറൂണ് നൽകി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധ മൂലം ചികിത്സയിലായിരുന്ന യുവതി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപണം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ പ്രസവിച്ച യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ചന്ദ്രാപിന്നി അലുവത്തെരുവ് പടിഞ്ഞാറ് ഭാഗം കുട്ടോടത്ത് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തികയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. മാർച്ച് 25-ാം തീയതിയാണ് കാർത്തിക കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. 4 ദിവസത്തിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇവരെ 9 ദിവസത്തിന് ശേഷമാണ് സ്കാനിങ്ങിന് വിധേയയാക്കിയത്. ഗുരുതര പഴുപ്പ് കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ സ്കാനിങ്ങിൽ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന്
കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ നിന്നുമുണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. കുഞ്ഞ് സുരക്ഷിതയാണ്. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. കുഴൂർ പാറപ്പുറം സ്വദേശി ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് മരിച്ചത്. 9 ദിവസം മുൻപ് കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നീതു പ്രസവിച്ചത്. തുടർന്ന് പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി ഞായറാഴ്ച ചാലക്കുടിയിലെ പാലസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്തിയ ശേഷം ആരോഗ്യനില മോശമായി. ഇതിനിടയിൽ ഫിറ്റ്സ് ബാധിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസെടുത്തു. മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപം മുപ്ലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാത്തത് കോളനിയിലെ കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു. മഴ കനത്തു പെയ്താൽ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന് കോളനിയിലെ വീടുകളിലേക്ക് വെള്ളം കയറാൻ തുരുത്ത് കാരണമാകും. ചാലക്കുടി വനം ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാരിക്കടവ് വനത്തിലാണ് കാരിക്കടവ് ആദിവാസി കോളനിയുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കന വാർഡിൽ ഉൾപ്പെടുന്ന കോളനിയിൽ മലയർ വിഭാഗത്തിൽപ്പെട്ട 15 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മുപ്പിളിപ്പുഴയുടെ കരയിലുള്ള കോളനിയിലേക്ക് മഴക്കാലമായാൽ പുഴ കവിഞ്ഞൊഴുകി വെള്ളം കയറാറുണ്ട്. റിസർവ് വനത്തിലൂടെ ഒഴുകുന്ന മുപ്പിളിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോഴെല്ലാം കാരിക്കടവ് കോളനിയിലേക്ക് പുഴവെള്ളം ഇരച്ചു കയറും. 2018 പ്രളയത്തിൽ കോളനിയിലെ പകുതിയോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. 2022 മഴക്കാലത്ത് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടുത്തെ കുടുംബങ്ങളെ ഏതാനും ദിവസത്തേക്ക് വെള്ളിക്കുളങ്ങരയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റിയിരുന്നു. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ തുടർച്ചയായി മഴ കനത്ത് പെയ്യുകയോ ചെയ്താൽ മുപ്പിളിപ്പുഴയിലുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ കാരിക്കടവ് കോളനിയിലുള്ളവരെ ദുരിതത്തിലാക്കും. 2018 പ്രളയത്തിൽ കോളനിക്ക് സമീപം പുഴയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മണലും ചേർന്നാണ് പുഴയുടെ നടുവിൽ തുരുത്ത് രൂപപ്പെട്ടത്. മഴക്കാലത്ത് പുഴ തുരുത്തിന് ഇരുവശത്തേക്കും വഴിമാറി ഒഴുകാൻ തുടങ്ങിയതോടെ കോളനിയുടെ അതിർത്തിയിലുള്ള കൃഷിഭൂമി ഇടിഞ്ഞ് നശിക്കാൻ കാരണമായി. മലവെള്ളം പുഴയിലൂടെ ശരിയായി ഒഴുകിപ്പോകാൻ കഴിയാതെ ദിശ മാറി ഒഴുകിയത് മൂലം വ്യാപകമായി ബണ്ട് ഇടിഞ്ഞ് നശിച്ചിട്ടുണ്ട്. പുഴമധ്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ള തുരുത്ത് ഓരോ മഴക്കാലം കഴിയുമ്പോഴും കൂടുതൽ വിസ്തൃതമായി വരികയാണ്. വെള്ളക്കെട്ടിനും ബണ്ടിടിച്ചിലിനും കാരണമാകുന്ന തുരുത്ത് നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന് 2 വർഷം മുൻപ് കാരിക്കടവ് കോളനി സന്ദർശിച്ച അന്നത്തെ കളക്ടറോട് ആദിവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. TCV കൊടകര. തളിക്കുളത്ത് 12.5 ഗ്രാം MDMA-യുമായി യുവാവിനെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നീലഗിരി കൊന്നച്ചൽ സ്വദേശി ചീരൻ വീട്ടിൽ സ്റ്റാലിൻ മാത്യു ആണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N മുരളീധരൻ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി M സന്തോഷ് കുമാർ, വാടാനപ്പള്ളി SHO BS ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ MDMA പ്രതി തീരദേശ മേഖലയിൽ മൊത്തവിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണെന്ന് പോലീസ് പറഞ്ഞു. തീരദേശ മേഖലയിലെ സിന്തറ്റിക് മയക്കുമരുന്ന് വിപണനം നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായ പ്രതിയെന്നും പോലീസ് പറഞ്ഞു. വാടാനപ്പള്ളി SI MS ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, PP ജയകൃഷ്ണൻ, VG സ്റ്റീഫൻ, TR ഷൈൻ, സീനിയർ CPO-മാരായ സൂരജ് V ദേവ്, ലിജു ഇയാനി, സോണി സേവിയർ, MP മാനുവൽ, CPO-മാരായ നിഷാന്ത്, KJ ഷിൻഡോ, വാടാനപ്പള്ളി SI ഫ്രാൻസിസ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃക്കൂർ ആലങ്ങാട് ഏറ്റെടുക്കാൻ ആളില്ലാതെ നശിച്ചു പോകുമായിരുന്ന പടവലം കൃഷിക്ക് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ കൈത്താങ്ങ്. TCV വാർത്തയെ തുടർന്നാണ് നടപടി. മാർക്കറ്റിൽ വിലയിടിഞ്ഞതോടെ വിറ്റുതീർക്കാനൊരുങ്ങിയ ടൺ കണക്കിന് പടവലമാണ് ഏറ്റെടുത്തത്. ആലങ്ങാട് പാടത്ത് കൃഷി ചെയ്ത ഭരത സ്വദേശി സതീശന്റെ 1 ടൺ പടവലം വിലയ്ക്ക് വാങ്ങി ബാക്കിയുള്ള 1 ടൺ കൂടി അടുത്ത ദിവസം കൈമാറും. വിഷുവിപണി ഉദ്ദേശിച്ച് കൃഷി ചെയ്ത 3 ടൺ പടവലം ആവശ്യക്കാരില്ലാതെ പാടത്ത് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് അധികൃതർ പടവലം ഏറ്റെടുക്കുവാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് പടവലം വാങ്ങിയത്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പടവലം തോട്ടം സന്ദർശിച്ചു. ഹൈദരാബാദിലെ HDFC ബാങ്കിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവതി ചാലക്കുടി സ്വദേശിയിൽ നിന്ന് 3,15,000 രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ ചെമരത്തി മുട്ടുപ്പാലം ദാരുൽ സലാം വീട്ടിൽ മുഫ്ലിഖ്, പള്ളിക്കക്കോണത്ത് വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് DCRB ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുഫ്ലിഖിന് ഉപയോഗിക്കാൻ വ്യാജ സിം കാർഡ് നൽകിയത് വിഷ്ണുവാണെന്ന് പോലീസ് പറഞ്ഞു.
കംബോഡിയ ആസ്ഥാനമായി പ്രവർത്തിച്ച ഓൺലൈൻ തട്ടിപ്പിലൂടെ നിരവധി പേരിൽ നിന്നായി പണം തട്ടിയ സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. മാള എസ്ഐ സുനിൽ പുളിക്കൻ, കാട്ടൂർ എസ്ഐ സുജിത്, ഉദ്യോഗസ്ഥരായ സുകുമാർ, അജിത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മതിലകത്ത് ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തതായി പരാതി. കയ്പമംഗലം സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ശകുന്തളയെ കബളിപ്പിച്ചാണ് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി തട്ടിയെടുത്ത് കടന്നുകളഞ്ഞത്. സംസാരിക്കുന്നതിനിടെ കയ്യിലിരുന്ന മൊത്തം ടിക്കറ്റും തട്ടിയെടുത്ത് കടന്നുകളയുകയായിരുന്നുവെന്ന് ശകുന്തള മതിലകം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 6 വർഷമായി കയ്പമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിവരികയാണ് ശകുന്തള. എത്ര ടിക്കറ്റ് ഉണ്ട് ചേച്ചി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് എണ്ണി നോക്കിയിട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാൽ ചേച്ചി ഒന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പം എണ്ണി നോക്കിയപ്പോൾ 18 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് മൊത്തം ഞാൻ എടുത്തോണ്ട് ഞാൻ അവിടെ പണിയെടുക്കണാണ് എൻ്റെ ചായക്കടയിന്. ഞാൻ ആ ചായക്കടയിൽ വന്ന കാശ് തരാമെന്നും പറഞ്ഞു കളഞ്ഞിട്ട് അപ്പം പൈസ തരാണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ വശം ഇവൻ ആ ടിക്കറ്റ് തട്ടിപ്പറിച്ച് കീശയിൽ വെച്ചും കളഞ്ഞിട്ട് ചായക്കടയിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവൻ പോയി. തൃശൂരിന്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കാൻ കെ മുരളീധരന്റെ വിജയം അനിവാര്യമാണെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കെ മുരളീധരന്റെ വിജയത്തിനായുള്ള കുടുംബയോഗങ്ങളുടെ പാർലമെന്റ് തല ഉദ്ഘാടനം തൃക്കൂർ ആദൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ജനദ്രോഹ നിലപാടുകളുടെ സമാനമായ പതിപ്പാണ് കേരളത്തിലെ പിണറായിയുടെ ഭരണം. അഴിമതിയും ധൂർത്തും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാറ്റിനും പരിഹാരം കോൺഗ്രസ് വിജയിക്കുക എന്നുള്ളതാണെന്നും സുധീരൻ പറഞ്ഞു. മണ്ഡലം ചെയർമാൻ സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോസഫ് രാജൻ, കെ ഗോപാലകൃഷ്ണൻ, സെബി കുടിയൻ, സുന്ദരി മോഹൻദാസ്, ഷൈനി പനോക്കാരൻ, സുധൻ കാരയിൽ, പോൾസൺ തെക്കമ്പിഴിക, സൈമൺ നമ്പാടൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പൈങ്കുളം എഴുത്തച്ഛൻ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന തോണ്ടിൽപ്പടി വീട്ടിൽ 75 വയസ്സുള്ള ചക്കായിയാണ് മരിച്ചത്. ഈ മാസം 6-ാം തീയതിയാണ് അപകടമുണ്ടായത്. ഇടിച്ച് ഓട്ടോറിക്ഷ നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ചക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേരളത്തിലെ BJPയുടെ അജണ്ട നടപ്പാക്കുക മാത്രമാണ് CPM ചെയ്യുന്നതെന്ന് ചാണ്ടി ഉമ്മൻ MLA. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നന്ദിക്കര സാംഭവ കോളനിയിലെ ദളിത് കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. EDയും SFIOയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ചടങ്ങിൽ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള ഉത്തം ജീവൻ രക്ഷാപതക് അവാർഡ് ലഭിച്ച നീരജ് കെ നിത്യാനന്ദനെ ആദരിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK രാജേഷ് കുമാർ, വാസു കോട്ടൂൾ, സുധൻ കാരയിൽ, സോമൻ മുത്രത്തിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമകം നാടകോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായി സൈക്കിൾ ജലധാരയും നാടകക്കഞ്ഞിയും. ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തകൻ CD ഫ്രാൻസിസ് ആണ് ജലധാര യന്ത്രം നിർമ്മിച്ചത്. നാടകനഗരിയുടെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച സൈക്കിൾ ജലധാര യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കുട്ടികളും മുതിർന്നവരും പ്രായം മറന്നു മത്സരിച്ചു. നാടകം കാണാനെത്തുന്നവരുടെ മാനസികോല്ലാസമാണ് ഫ്രാൻസിസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന വെള്ളത്തിനോടൊപ്പം ബോളുകളുമുണ്ട്. രാത്രിയിൽ കളർ ലൈറ്റുകൾ തെളിയിക്കുന്നതോടെ ദൃശ്യം കൂടുതൽ മനോഹരമാകും. ആരോഗ്യ സംരക്ഷണത്തിന് സൈക്കിൾ സവാരി ഉത്തമമാണെന്ന സന്ദേശവും ഇതിലൂടെ ഫ്രാൻസിസ് മുന്നോട്ട് വയ്ക്കുന്നു. ഗ്രാമകത്തിലെ നാടകോത്സവ കഞ്ഞിയും ഏറെ പ്രസിദ്ധമാണ്. നാടകം കഴിഞ്ഞാൽ ഭൂരിഭാഗം കാണികളും കഞ്ഞി കഴിച്ച് മടങ്ങാറുള്ളൂ. പയർ, മുതിര, കടല, കപ്പ തുടങ്ങിയ കറികളും അച്ചാറും കഞ്ഞിക്ക് രുചി നൽകുന്നു. കുടുംബത്തോടെയാണ് ആളുകൾ കഞ്ഞി കുടിക്കാനെത്തുന്നത്. അതിഥികളും ആർട്ടിസ്റ്റുകളും ഗ്രാമകം കഞ്ഞിയുടെ രുചി അറിഞ്ഞിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ ഗ്രാമകം നാടകോത്സവ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നാടകമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമകം പുരസ്കാരം നരിപ്പറ്റ രാജുവിനും നാടകരംഗ ശില്പകലയ്ക്കുള്ള ചിറയൻകീഴ് ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക പുരസ്കാരം ആന്റോ ജോർജിനും സമർപ്പിച്ചു. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ BK വിജയൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ് എരുമപ്പെട്ടി, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, ഗിന്നസ് സത്താർ ആദൂർ, കൺവീനർ EM വിനീത് തുടങ്ങിയവർ സംസാരിച്ചു.
5 നാൾ നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സിബിഷന് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തുടക്കമായി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിയാത്ത് മിഷൻ എന്ന അൽമായ പ്രേക്ഷിത മുന്നേറ്റമാണ് മിഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സിബിഷനിലേക്കുള്ള പ്രവേശനമുണ്ടായിരിക്കുക. ഞായറാഴ്ച മിഷൻ എക്സിബിഷന് സമാപനമാകും. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു പരിശോധന. കൊച്ചിയിൽ നിന്നെത്തിയ വിജിലൻസ് ഇൻസ്പെക്ടർ ഇഗ്നീഷ്യസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. കൊടകര മേഖലയിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം മുഹമ്മദ് ഷെരീഫ് ദാരിമി നേതൃത്വം നൽകി. മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിൽ ഇമാം CH മാഹിൻ മൗലവി അൽ ഖാസിമിയും കൊടകര ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൽ അസീസ് സക്കാഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര റിഫ ജുമാ മസ്ജിദിൽ ഇമാം ഉനൈസ് സക്കാഫി അൽ അർഷദിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഇമാം സാജിദ് മന്നാനിയും ചൊക്കന നായാട്ടുകുണ്ട് ബദരിയ ജുമാ മസ്ജിദിൽ ഇമാം മുഹമ്മദ് അൽ ഹസനിയും ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് അങ്ങാടിത്താഴം ജുമാ മസ്ജിദിൽ ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും നടന്നു. പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിസ്കാരത്തിന് ശേഷം പായസ വിതരണവും നടത്തി. പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാളിയത്ത്, ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു, നാസർ കോളാടി, അനീഷ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്കരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹിന് സാലിഷ് വാടാനപ്പള്ളി നേതൃത്വം വഹിച്ചു. എടക്കടിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ സാബിത് സക്കാഫി എന്നിവർ നേതൃത്വം നൽകി. പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷ സക്കാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കൊപ്പർക്കളം ബുസ്താൻ മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് ഹാഫിസ് അബ്ദുൽ കലാം നിലമ്പൂർ നേതൃത്വം നൽകി. കാളമുറി അസുഫ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സൈനുദ്ദീൻ അസ്ഗനി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവിയും കൂരിക്കുഴി സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആസിഫ് ഇസ്ലാഹിയും നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് യൂസഫ് അലി മുസ്ലിയാർ നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PK മുത്തലിബ് ഹാജി ഈദ് സന്ദേശം നൽകി. മഹല്ല് സെക്രട്ടറി PM യൂസഫ്, അഷ്റഫ് പാമ്പ്ര, കബീർ മിലാനോ എന്നിവർ നേതൃത്വം നൽകി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഖാബിലി ദേശമംഗലം നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് KK സിയാദ് ഈദ് സന്ദേശം നൽകി. അഷ്റഫ് സൈദി ഉസ്താദ്, മഹല്ല് സെക്രട്ടറി അബുസാലി ഇബ്രാഹിം പഴവൂർ, KU കബീർ, PK സുലൈമാൻ, NA താഹിർ, NK മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ചാവക്കാട് ജുമാഅത്ത് പള്ളി സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി BS സുനിൽകുമാർ. ചാവക്കാട് നഗരത്തിലെത്തിയ സുനിൽകുമാർ പള്ളി സന്ദർശിച്ച് ഈദ് ആശംസകൾ നേർന്നു. NK അക്ബർ MLA, CPI ഏരിയ സെക്രട്ടറി ബഷീർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വാസയോഗ്യമല്ലാതെ വീടില്ലാതെ വിഷമിക്കുന്ന വിദ്യാർത്ഥിക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാൻ പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിൽ സുമനസ്സുകൾ കൈകോർക്കുന്നു. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്കായാണ് വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങേയറ്റം ശോച്യാവസ്ഥയിലുള്ള കൊച്ചുകുടിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കുടുംബം കഴിയുന്നത്. ഷീറ്റ് മേഞ്ഞ ഈ വീട്ടിൽ ശുചിമുറിയില്ലാത്തത് കുടുംബത്തെ അലട്ടുന്നുണ്ട്. ഹൃദ്രോഗിയായ അച്ഛൻ ലോട്ടറി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ മനക്കുളങ്ങര കൃഷ്ണവിലാസം സ്കൂളിലെ പ്രധാന അധ്യാപിക PS സീമ മുൻകൈയെടുത്താണ് മഴക്കാലത്തിനു മുൻപ് അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാനുള്ള പരിശ്രമം തുടങ്ങിവെച്ചിട്ടുള്ളത്. ശുചിമുറിയടക്കം 400 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു കൊച്ചു വീടാണ് പണിയാനൊരുങ്ങുന്നത്. ഇതിനാവശ്യമായ തുക സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സീമ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സുമനസ്സുകൾ. സാമ്പത്തികമായോ സാധന സാമഗ്രികൾ നൽകിയോ
ഈ സദുദ്യമത്തിൽ പങ്കാളികളാകാൻ സന്മനസ്സുള്ളവർ 9855787999 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സീമ ടീച്ചർ അഭ്യർത്ഥിച്ചു. TCV ന്യൂസ് കൊടകര. ഗുരുവായൂരിൽ സൈക്കിൾ യാത്രികൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചൊവ്വല്ലൂർപ്പടി വാഴപ്പള്ളി വീട്ടിൽ 70 വയസ്സുള്ള ലാസറാണ് മരിച്ചത്. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് സൈക്കിളിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് കൺവെൻഷൻ നടത്തി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, LJD ജില്ലാ സെക്രട്ടറി PI സൈമൺ, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. KPMSന്റെ ആദ്യകാല സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EV അയ്യപ്പൻ മാസ്റ്ററുടെ 29ാം ചരമവാർഷികം ആചരിച്ചു. KPMSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 11 യൂണിയൻ കമ്മിറ്റികളിലും ശാഖാ കേന്ദ്രങ്ങളിലും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. കുഴിക്കാട്ട് കോണം സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണത്തിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് PA അജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ PN സുരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC രഘു, ശശി കുരട്ടി, ഷാജു ഏത്താപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കൃഷിരീതി പരീക്ഷിക്കുന്ന പൂലാനിയിലെ മോഹനേട്ടന് മികച്ച വിളവിന്റെ വിഷുക്കൈനീട്ടം. 3 മാസം മുൻപ് തുടങ്ങിയ പാവലം, പടവലം, കത്തിരിക്ക തുടങ്ങിയവയുടെ 100 മേനി വിളവെടുപ്പാണ് നടന്നത്. കടുത്ത വേനലിലും മികച്ച ആദായമുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് 65-കാരനായ പെരിങ്ങാത്ര മോഹനൻ. അരനൂറ്റാണ്ടായി കൃഷിയിൽ വ്യാപൃതനാണ്. പൂലാനിയിലെ വീടിന്റെ എതിർഭാഗത്തെ 1.5 ഏക്കർ തോട്ടത്തിലാണ് പുതിയ പരീക്ഷണം. സംസ്ഥാന സർക്കാരിന്റെ പ്രിസിഷൻ ഫാമിംഗ് സിസ്റ്റം നടപ്പിലാക്കിയപ്പോൾ ദൈനംദിന ചിലവുകൾ ഗണ്യമായി കുറഞ്ഞു. വെള്ളവും വളവും പൈപ്പുകൾ വഴി തോട്ടത്തിലുടനീളം ചെന്നെത്തുന്നു. നനയ്ക്കായി 2 നേരം ജോലിക്കാരുടെ ആവശ്യമേയില്ല. പന്തൽപ്പാടത്തെ 4 ഏക്കർ പാട്ടകൃഷിയിടത്തിൽ നടക്കുന്ന പയർ കൃഷിയുടെ വിളവെടുപ്പ് താമസമില്ലാതെ തുടങ്ങും. ഇത് പഴയ കൃഷിരീതി തന്നെ. തൊട്ടടുത്ത ചാലിപ്പാടത്തെ 40 ഏക്കറിൽ കപ്പ കൃഷിയും പച്ചപിടിക്കുന്നു. 2018-ലും 19-ലും മോഹനേട്ടന്റെ കൃഷികളെ പ്രളയം വിഴുങ്ങിയപ്പോൾ സംഭവിച്ചത് 36 ലക്ഷത്തിന്റെ നഷ്ടം. 6.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൃഷിവകുപ്പിൽ നിന്ന് ലഭിച്ചെങ്കിലും ബാധ്യതയായത് 14 ലക്ഷവും. കാലാവസ്ഥയുടെ പൊരുത്തക്കേടുകൾ പ്രതികൂലമാകുമ്പോഴും കഠിന പ്രയത്നത്തിന് പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് മോഹനൻ പറയുന്നു. ഇത് നമുക്ക് ട്രിപ്പ് ഇട്ട് കൃഷിക്കാർക്ക് ഉപകാരമുള്ളതായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ചെയ്തത്. അതിൻ്റെ പേരിൽ ഒരു 1.5 ഏക്കർ ഇപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിൽ നല്ല വിളവുണ്ട്. അതിൽ പാവലം, പടവലം, വെണ്ട, പിന്നെ കുക്കുമ്പർ 4 ഐറ്റമാണ് ഇട്ടാറുന്നത്. 4 നല്ല വിളവ് കിട്ടുന്നുണ്ട്. പയറും ഇട്ടിട്ടുണ്ട്. പയറിനും നല്ലവണ്ണം പൂക്കണ്ണിയൊക്കെ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയും ഇപ്പോഴത്തെ കൃഷി സംവിധാനത്തിൽ ആശ്വാസമാകുന്നുണ്ട്. TCV ചാലക്കുടി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി PG സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ES സുരേഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, യൂണിയൻ വൈസ് പ്രസിഡന്റ് MM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കോലടി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ വേട്ടേക്കരൻ പാട്ട് നടത്തി. കല്ലാറ്റ് മണികണ്ഠൻ, കല്ലാറ്റ് മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ മാതൃസംഘടനയുടെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിരക്കളിയും പ്രസാദവൂട്ടും വനമാലി ഭജന സംഘത്തിന്റെ ഭജനയും നടന്നു. സഹജീവികളെ സ്നേഹിക്കുന്നതിനും ചുറ്റുമുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കാളിയാകുന്നതിനും ഓരോ വ്യക്തികൾക്കും കഴിയണമെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർ, ജീവനക്കാർ തുടങ്ങി 4000-ഓളം പേർക്ക് പെരുന്നാൾ ദിനത്തിൽ തൃശൂർ CH സെന്റർ കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയ സ്നേഹവിരുന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CH സെന്റർ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഈദ് സന്ദേശം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP ഖമറുദ്ദീൻ, ജില്ലാ ട്രഷറർ RV അബ്ദുൾ റഹീം, ജില്ലാ സെക്രട്ടറി VM മുഹമ്മദ് ഗസാലി തുടങ്ങിയവർ സംസാരിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് പൊങ്കാലയും കുടുംബ ദേവതാ സംഗമവും നടത്തി. 100 കണക്കിന് പേർ പൊങ്കാലയർപ്പിച്ചു. ആചാര്യൻ ഡോക്ടർ TS വിജയൻ കരുമാത്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഒത്തുചേർന്ന വിശ്വാസ സമൂഹം.
ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അറസ്റ്റിൽ. മൂർക്കനാട് സ്വദേശി അഭിനന്ദാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ മീനഭരണി ആഘോഷത്തിന് ആയിരങ്ങളെത്തി. ഗുരുതി സമർപ്പണത്തോടെ ഭരണി ആഘോഷങ്ങൾക്ക് സമാപനമായി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധ മൂലം ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശിനി കാർത്തികയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് കുഴൂർ സ്വദേശിനി മരിച്ചു. മുപ്പളിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാത്തത് കാരിക്കടവ് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. മഴ പെയ്താൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയിൽ കോളനി നിവാസികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.